ഇഷ്ട ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് ബീച്ച് ഡെസ്റ്റിനേഷൻ. ഇന്ന് നമ്മൾ ഉള്ളതും അങ്ങനെ ഒരിടത്താണ്, മാരാരിക്കുളം. മാരാരിക്കുളത്തിന്റെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടത്താണ് ഇന്ന് നമ്മളുള്ളത്, സന്താരി റിസോർട്ട് മാരാരിക്കുളം. ഈ റിസോർട്ടിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ കോട്ടേജുകളുമാണ്. കേരളത്തിന്റെ തനത് ഭംഗിയിലാണ് ഓരോ കോട്ടേജുകളും നിർമ്മിച്ചിട്ടുള്ളത്. ഭംഗി മാത്രമല്ല, ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ബീച്ച് ആക്സസും ഒക്കെ സഞ്ചാരികൾക്ക് പുത്തൻ അനുഭവമാണ് സമ്മാനിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ മാത്രമല്ല ആസ്വദിക്കുന്നത്, ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡും ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളൊരു ട്രഡീഷണൽ വിഭവമായിട്ടാണ് എത്തിയിരിക്കുന്നത്. സന്താരി റിസോർട്ടിലെ എക്സിക്യൂട്ടീവ് ഷെഫ് കിഷോർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം ഷെഫ്, എന്താ ഇന്ന് ഉണ്ടാക്കാൻ പോണത്? നമ്മൾ കൂടുതൽ മൂവിങ് ആയിട്ടുള്ള നമ്മുടെ സിഗ്നേച്ചർ ഡിഷസുകളായ പ്രോൺസ്, പാൽക്കറി. അപ്പം ഇന്ന് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കുന്നത് പ്രോൺസിന്റെ ഡിഷാണ്. ഓൾറെഡി ഒരു നമ്മൾ മാരാരിക്കുളം, ആലപ്പുഴ ഏരിയയിലൊക്കെ കൂടുതലും നമ്മൾ ഇപ്പം നമ്മുടെ ബീച്ച് സൈഡിനോടൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കൂടുതലും ഫിഷും പ്രോൺസും അതൊക്കെ കൂടുതൽ നല്ല ഫ്രഷ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് എന്തായാലും ഡിഷിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. പ്രോൺസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വിനെഗറും സോൾട്ടൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം വെള്ളത്തിൽ മാറ്റി മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചേക്കണം, അതിന്റെ ഉളുമ്പ് സ്മെല്ലൊക്കെ പോകാനായിട്ട്. അപ്പൊ ആദ്യം നമുക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ്? ഓയിൽ വേണം, അതുകൂടാതെ വേറെ കൂടാതെ നമുക്ക് കടുക്, ഉലുവ, പിന്നെ ഗാർലിക്, ജിഞ്ചർ, കുറച്ച് ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, സവാള. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പാൻ ചൂടായി, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി നല്ല നീളത്തിൽ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് ചെറുള്ളി, കുറച്ച് സവോള നന്നായി സോട്ട് ചെയ്തെടുക്കുക. നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്യുക. കർലീസ് ഇത് നമ്മുടെ ഇവിടുത്തെ ഓൺ റെസിപ്പിയാണോ? ഷെഫിന്റെ തന്നെ എൻ്റെ തന്നെ ഒരു സിഗ്നേച്ചറായിട്ട് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ എന്തിനാ കോമ്പിനേഷൻ ആയിട്ട് പോവാറത്? കൂടുതലും റൈസിൻ്റെയും കൂടെ പോവും, പിന്നെ കേരള പൊറോട്ട അതിൻ്റെ കൂടെ പോവും, പിന്നെ അപ്പം, കല്ലപ്പം, അതിൻ്റെയൊക്കെ കൂടെ ഇടിയപ്പം, ചില്ലി. ഇതൊക്കെ മുപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യാം അല്ലേ? പാൽക്കറി ആയതുകൊണ്ട് ഓക്കെ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റുക. നമുക്കിനി പ്രോൺസ് കുക്ക് ചെയ്യാനിടാം. ചെറുതായിട്ടൊന്ന് വഴറ്റുക. വേറെ ഏതൊക്കെ ഡിഷസ്? ഏറ്റവും കൂടുതൽ നമുക്ക് മീറ്റ് ഒന്നും അല്ലല്ലോ, നമുക്ക് ഇവിടെ കൂടുതലും ഫിഷ് ആയിരിക്കുമല്ലോ കൂടുതലും. ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്നത് ഈ കരിമീൻ പൊള്ളിച്ചതാണ്. ഏത് സമയത്താണ് നമ്മൾക്ക് റിസോർട്ടിൽ ഏറ്റവും കൂടുതൽ ഗസ്റ്റസ് ഒക്കെ ഉണ്ടാവുക? വെക്കേഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ വീക്കെൻഡ് ആയിരിക്കും, വീക്കെൻഡിലായിരിക്കും കൂടുതൽ. പിന്നെ വെക്കേഷൻ നമുക്ക് നല്ലോണം ഫുള്ളായിരിക്കും റൂമൊക്കെ. അപ്പോൾ അവരുടെ പ്രിഫറൻസ് ഒക്കെ അനുസരിച്ച് നമ്മൾ വെറൈറ്റി ആയിട്ടും നമ്മളെല്ലാം റെഡിയാക്കി കൊടുക്കും. അവര് വല്ലതും ഗസ്റ്റ് ആവശ്യപ്പെടുന്ന അനുസരിച്ച് അങ്ങനെയുണ്ടോ? നമ്മൾ ചില ഗസ്റ്റ് ആവശ്യപ്പെടുന്ന അനുസരിച്ച് നമുക്കിവിടെ ഒരു ഓർഗാനിക് ഗാർഡൻ ഒക്കെ ഉണ്ട്. അപ്പോൾ വെജിറ്റേറിയൻ ഗസ്റ്റിനൊക്കെ ആണെങ്കിൽ കൂടുതൽ അവിടെ പോയിട്ട് അവരായിട്ട് ഡയറക്റ്റ് നമ്മൾ പോയി അവരുടെ ഇഷ്ടമുള്ള പോലെ ഉള്ള വെജിറ്റബിളൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ട് അവർക്ക് നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കും.
ഇവിടുത്തെ ഫുഡിൻ്റെ സ്പെഷ്യാലിറ്റി മാത്രമല്ല കേട്ടോ, സന്താരി റിസോർട്ടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ഭയങ്കര കേരളത്തിൻ്റെ ഒരു ഗ്രാമീണ സൗന്ദര്യത്തിനോടൊപ്പം തന്നെ ഒരു ന്യൂജൻ ടച്ചും കൂടെ ചേർത്തിട്ടാണ് ഇവിടുത്തെ മെയിൻറ്റെയിൻസ്, ഇവിടുത്തെ കോട്ടേജുകളെല്ലാം തന്നെ മേൽക്കൂരയൊക്കെ ഓല മേഞ്ഞ രീതിയിലും ഒക്കെയാണ്. ഭയങ്കര രസമാണ്. ഫോറിനേഴ്സ് ഒക്കെ കൂടുതലും വരാം. ഫോറിനേഴ്സ് കൂടുതൽ ഒക്ടോബർ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഒക്ടോബർ മുതൽ ഒരു ഫെബ്രുവരി വരെ ഫോറിനേഴ്സ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് നമ്മുടെ ബീച്ചിനോട് ഏറ്റവും എനിക്ക് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അല്ലേ, ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മൾ ബീച്ചിലേക്ക് പോകാനാണെങ്കിലും, എന്തുകൊണ്ടൊരു താമസത്തിനാണെങ്കിലും നല്ല ഫുഡിനാണെങ്കിലും എല്ലാത്തിനും ഒരു നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ റിസോർട്ട് അല്ലേ. കൂടാതെ അവിടെ രാവിലെ ഒക്കെ തന്നെ യോഗയൊക്കെ നമ്മൾ അതിന്റെ ട്യൂട്ടർ ഉണ്ട് അവിടെ. ആ ബീച്ച് ആ മണ്ണിൽ ഇതൊക്കെ വിരിച്ച് യോഗ ഇതൊക്കെ വിരിച്ചിട്ട് അവിടെ ചെയ്യാം. നമ്മളിത് കൂടുതൽ ഓവർ കുക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ആവശ്യമില്ല. അപ്പൊ അടുത്ത കുറച്ച് ടൊമാറ്റോ നമ്മൾ നീളത്തിൽ സ്ലൈസ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്ന ടൊമാറ്റോ ആണ്. നല്ല റെഡ് ടൊമാറ്റോ എടുക്കുക, അല്ലെങ്കിൽ പുളി വരും. അപ്പൊ റെഡ് ടൊമാറ്റോ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇൻഗ്രീഡിയൻസ് ഒരുപാടുണ്ടെങ്കിലും പക്ഷെ ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അല്ലേ. അതെ, എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. എന്തിൻ്റെയും കൂടെ നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു ഡിഷ്. അപ്പമാണെങ്കിലും പൊറോട്ട ആണെങ്കിലും ഇടിയപ്പം ആണെങ്കിലും ബ്രെഡ് ആണെങ്കിലും അല്ലേ, ഒരു കോമ്പിനേഷൻ ആയിരിക്കും. എന്താ ഉപ്പ്, സോൾട്ട്. അപ്പൊ നമ്മൾ ഇത്തവണ ലാസ്റ്റ് ആണ് സോൾട്ട് ആഡ് ചെയ്യുന്നത്. ചില റിസോർട്ടിലൊക്കെ ഇല്ലേ ഷെഫ്, നമ്മൾ കുക്കിംഗ് ക്ലാസ്സുകളൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ നമ്മുടെ ഇവിടെ? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഗസ്റ്റിന്റെ റിക്വസ്റ്റ് പ്രകാരം നമുക്ക് കുക്കിംഗ് ഡെമോ ഉണ്ട്. അല്ലാതെ തന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും ആക്ടിവിറ്റി ആയിട്ട് ഒരു ദിവസം കുക്കിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം. ഓക്കെ. ഓണമല്ലേ ഇപ്പം വരാൻ പോകണം, അതിനെന്തെങ്കിലും നിങ്ങൾ സ്പെഷ്യൽ ഡിഷ് അനൗൺസ് ചെയ്യുന്നു അങ്ങനെ വല്ലതും? ഇല്ല, ഓണത്തിന് നമ്മൾ ഓണസദ്യ തന്നെയാണ്. ഇലയൊക്കെ ഇട്ട് ഒരു 24 വിഭവങ്ങൾ വിളമ്പി അതിന്റെ. പിന്നെ നമ്മൾ കർക്കിടക കഞ്ഞിയൊക്കെ ചെയ്യുന്നുണ്ട്. ഓർഗാനിക് ഗാർഡന്റെ അവിടെ തന്നെ നമുക്ക് അതിന് പറ്റിയ പച്ചമരുന്നുകളൊക്കെ ഉണ്ട്. അപ്പൊ പച്ചമരുന്നുകൾ ചെറുള, കീഴാർനെല്ലി അങ്ങനെയൊക്കെ പറയണ എല്ലാം ഒരു 6-7 ഐറ്റം ഉണ്ട്. അത് ഇട്ട് നമ്മൾ ആശാളി എന്ന് പറയുന്ന അരി അതൊക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ നമുക്ക് കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് പാൽക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫൈനലി നമ്മൾ നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ചേർത്ത് അതിലിങ്ങനെ വെന്തോണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഏകദേശം സെറ്റായി, ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ ഫിനിഷിങ്ങിൽ എല്ലാം റെഡിയായി. അപ്പോൾ നമുക്ക് കുറച്ച് ലാസ്റ്റ് നമ്മൾ ക്രഷ് ചെയ്ത കുരുമുളക്, ചതച്ച കുരുമുളക് കൂടെ ആഡ് ചെയ്യാം. ഇനി ശകലം പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിൽ ഒഴിച്ചു കൊടുത്താൽ ഫിനിഷ് ചെറുതായിട്ട് ഇളക്കുക. അപ്പോൾ സന്താരി റിസോർട്ടിലെ സ്പെഷ്യൽ ഡിഷായ പ്രോൺസ് പാൽക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ഗാർണിഷൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പത്തിനും ബ്രെഡിനും ചോറിനും ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഇത് നിങ്ങൾക്കും വീട്ടിൽ തയ്യാറാക്കി നോക്കാവുന്നതാണ്.